ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് കാണുക? സൊല്യൂഷൻ നമുക്കറിയാം. വാട്ട് ഈസ് സൊല്യൂഷൻ? ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കമ്പോണന്റ്സ്. രണ്ടോ അതിലധികമോ കമ്പോണന്റുകളുള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായും അവിടെ വേണ്ട 2 ഫാക്ടറുകളാണ്. ഒന്ന് സോൾവെന്റ്, മറ്റൊന്ന് സൊല്യൂട്ട്. സോൾവെന്റും സൊല്യൂട്ടും കമ്പൈൻ ചെയ്യുമ്പോഴാണ് സൊല്യൂഷൻ ഫോം ചെയ്യുക. സോൾവെന്റും സൊല്യൂട്ടും കമ്പൈൻ ചെയ്യുമ്പോൾ സൊല്യൂഷൻ ഈസ് ഫോംഡ്. ശ്രദ്ധിക്കേണ്ടത്, സോൾവെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തിലാണോ ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുക, അതാണ് സോൾവെന്റ്. ഏത് സബ്സ്റ്റൻസിനെയാണോ ഡിസോൾവ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് സൊല്യൂട്ട്. ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഈസ് സൊല്യൂട്ട്. ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഓൺ വിച്ച് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഏതിലാണോ നമ്മൾ ഡിസോൾവ് ചെയ്യേണ്ടത് അതിനെ വിളിക്കുന്ന പേരെന്താണ്? സോൾവെന്റ് എന്ന് വിളിക്കും. Suppose sugar solution. In sugar solution, sugar is the solute and water is the solvent. Sugar സൊല്യൂട്ടും വാട്ടർ സോൾവെന്റും ആണ് ഇതില് ഷുഗർ സൊല്യൂഷനില്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലൊരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പം പറയാറുണ്ട് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്, ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ് എന്നൊക്കെ പറയും. എന്താ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതിനെയാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. സൊല്യൂട്ടിന്റെ അളവ് ലെസ് എമൗണ്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡൈല്യൂട്ട് സൊല്യൂഷൻ. മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ലെസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, ഇറ്റ് ഈസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, അതായത് സൊല്യൂഷന്റെ ഗാഢത, അതാണ് കോൺസെൻട്രേഷൻ. അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ആ ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ചില ടേമുകൾ പരിചയപ്പെടുത്താം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് സോൾവെന്റ് എന്നുള്ളതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ലെറ്റർ എ എന്നുള്ളതാണ്. സോൾവെന്റിന് പകരം എ. സൊല്യൂട്ടിന് പകരം ബി എന്ന് ഉപയോഗിക്കും. സോൾവെന്റ് എ, സൊല്യൂട്ട് ബി. ഗിവൺ മാസ്, സാധാരണ ക്വസ്റ്റനിൽ തരുന്ന മാസ് W. ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസിന് അല്ലെങ്കിൽ മോളാർ മാസ്, ദാറ്റ് ഈസ് M. സോൾവെന്റ് എ, സൊല്യൂട്ട് ബി, ഗിവൺ മാസ് W, മോളാർ മാസ് M. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡ്സ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനെ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതെല്ലാം? ഫസ്റ്റ് വൺ ഈസ് മൊളാരിറ്റി. ഒന്നാമത്തെ മെത്തേഡ് ഏതാണ്? മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാല്? മൊളാരിറ്റി മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഒരു ലിറ്റർ സൊല്യൂഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? ദാറ്റ് ഈസ് മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് per liter of solution. Molarity means number of moles of solute per liter, that is in 1 liter of solution. In 1 liter of solution. അപ്പോൾ നമുക്ക് മൊളാരിറ്റിക്ക് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം? മൊളാരിറ്റി is equal to number of moles of solute. How we will find out number of moles of solute? Number of moles means given mass by molar mass. Given mass by molar mass. So number of moles of solute means given mass of solute by molar mass of solute. Given mass of solute by molar mass of solute. Given mass of solute, that is Wb, by molar mass of solute, which is Mb. In 1 liter of solution, that is volume of solution in 1 liter. Volume of solution in 1 liter.
സാധാരണ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ലിറ്ററിന് പകരം മില്ലി ലിറ്ററിലാണ് തരാറുള്ളത്. അപ്പൊ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ എന്ന് കൊടുക്കാം. അപ്പൊ ലിറ്ററിന് മില്ലി ലിറ്ററിലേക്ക് മാറ്റി എന്ത് ചെയ്യണം, ലിറ്ററിന് മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈഡ് വിത്ത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB into 1000 by MB into വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. ഇതാണ് മൊളാരിറ്റി. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M is equal to WB into 1000 by MB into volume of solution in milliliter. Then second term molality. രണ്ടാമത്തത് molality. Molality. What is molality? It is the number of moles of solute in 1 kilogram of the solvent. Number of moles of solute in 1 kilogram of solvent. 1 kilogram solvent എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ സൊല്യൂഷനിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് മൊളാലിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് in 1 kilogram of solvent. Molality can be represented by small letter m. So molality m equal to number of moles of solute, that is WB by MB into WB by MB into 1 kilogram of solvent. That is kilogram. It is the unit of mass. It is the unit of mass or weight. 1 kilogram of solvent. So weight of solvent in kilogram. Weight, that is given mass. Weight of solvent A, WA in kilogram. Normally നമുക്ക് ആവശ്യം വരെ ഗ്രാമിലാണ്. സോ നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ we have to multiply it with 1000. So molality M equal to WB into 1000 by MB into weight of solvent in gram. Weight of solvent in gram. So third one. മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് ഏതാ നോക്കാം. Third one is mole fraction. Third one is mole fraction. Denoted by the letter chi. Chi, x എന്ന് എഴുതുന്ന പോലെ ഒന്ന് നീട്ടിയിട്ട് എഴുതും, chi എന്നാണ് വായിക്കുക. Mole fraction chi. What is mole fraction? Mole fraction is the ratio of number of moles of that component to the total number of moles of solution. Mole fraction of a component is defined as the ratio of number of moles of that component to the total number of moles of solution. That is mole fraction. Suppose we have a solution that consists of two components A and B. A and B. Then mole fraction of A, chi A equal to, it is the ratio of number of moles of that component. That is Na divided by total number of moles of solution. Here two substances are there. So total number of moles of solution is Na plus Nb. N number of moles. So chi A equal to Na by Na plus Nb. Chi A equal to Na by Na plus Nb. Similarly, mole fraction of B, chi B is equal to Nb by Na plus Nb. Chi B is equal to Nb by Na plus Nb. Mole fraction of B is number of moles of B divided by total number of moles of solution. Okay. അപ്പോൾ ഇതാണ് മോൾ ഫ്രാക്ഷൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കമ്പോണന്റ് എയും ബിയും മാത്രമാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈക്വൽ ടു 1. അതായത് ഒരു സൊല്യൂഷനിലെ ടോട്ടൽ മോൾ ഫ്രാക്ഷനുകളുടെ സം എന്തായിരിക്കും? 1 ആയിരിക്കും. ടോട്ടൽ മോൾ ഫ്രാക്ഷന്റെ സം എത്രയാണ്? 1. ദാറ്റ് ഈസ്
മോൾ ഫ്രാക്ഷൻ. ഇതിന്റെ ഒക്കെ പ്രോബ്ലം നമ്മൾ ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ. ദെൻ നാലാമത്തെ മെത്തേഡാണ് our fourth method is normality. Normality is similar to molarity. ചെറിയൊരു വ്യത്യാസമുണ്ട്. മൊളാരിറ്റിയിൽ നമ്മൾ മോളാർ മാസ് എടുക്കും അല്ലെ, MWB/MB എടുക്കും. ആ മോളാർ മാസിന് പകരം നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇക്വലന്റ് മാസാണ്. മോളാർ മാസിന് പകരം എന്തെടുക്കും, ഇക്വലന്റ് മാസ് എടുക്കും. അപ്പൊ നമുക്ക് number of moles of gram equivalent to the per 1 liter of solution, that is normality. So normality n equal to എങ്ങനെ വരും, WB/MB ക്ക് പകരം equivalent mass of solute, that is EB, into നേരത്തെ പഠിച്ച അതേപോലെ തന്നെ 1000 by volume of solution in milliliter. Volume of solution in milliliter. It is normality. Then എന്താണ് equivalent mass എന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ ആണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, then atomic mass of chlorine is 35.5. So its molecular mass is 36.5. Molecular mass is 36.5. Then what is equivalent mass of HCl? In HCl, number of H plus ion, that is 1. Number of H plus ion is 1. Then to get equivalent mass, molecular mass is divided by number of H plus in the case of acid, or number of OH minus in the case of base. So here number of H plus is 1, so its equivalent mass is molecular mass divided by 1. It is equivalent mass of HCl. It is also equal to 36.5. Okay. We are taking another example, H2SO4, sulfuric acid. Its molecular mass we can calculate. Atomic mass of hydrogen 1 into number of hydrogen 2, plus atomic mass of sulfur 32, plus atomic mass of oxygen 16 into number of oxygen 4. That is equal to 98. Which is equal to 98. Which is the molecular mass of sulfuric acid. Its equivalent mass. What will be its equivalent mass? In H2SO4, number of H plus ion is 2. H2. That is number of H plus ion is 2. So to get equivalent mass of H2SO4, what we will do? We are dividing molecular mass by number of H plus ion, that is 2. 98 by 2, that is equal to 49. So here molecular mass is 98 and equivalent mass is 98 by 2. Here I will write 98 by 2, that is 49. It is the equivalent mass of sulfuric acid. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബേസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് NaOH. We are taking NaOH. What will be its molecular mass? Sodium atomic mass is 23, oxygen 16, hydrogen 1, that is equal to 40. 40 is the molecular mass of sodium hydroxide. Here number of OH minus is how much? In the case of base we are taking number of OH minus. NaOH, only one OH minus is present. So molecular mass divided by number of OH minus, that is equivalent mass. Equivalent mass. So equivalent mass of sodium hydroxide is also 40. Equivalent mass of sodium hydroxide is also 40. Then we are taking another example,
OH twice. Calcium hydroxide, what will be its molecular mass? Atomic mass of calcium 40 plus oxygen 60 plus hydrogen 1 into 2. Here twice, OH twice is here. So 40 plus 60 plus 1, 17. 17 into 2, 34. That is equal to 74 is the molecular mass of calcium hydroxide. Then what will be the equivalent mass of calcium hydroxide? Here number of OH is 2. So we can divide molecular mass by 2. Then we will get equivalent mass. So equivalent mass of calcium hydroxide is 74 by 2. That is 37. It is equivalent mass. It is molecular mass. Okay. അപ്പോൾ മൊളാരിറ്റിയിൽ മോളിക്കുലാർ മാസ് ഉപയോഗിക്കുന്നു, നോർമാലിറ്റിയിൽ ഈക്വലന്റ് മാസ് ഉപയോഗിക്കുന്നു. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് പോവാം. അഞ്ചാമത്തെ മെത്തേഡ്. അഞ്ചാമത്തെ മെത്തേഡാണ് മാസ് പെർസെന്റേജ്. Mass percentage. How we will find out mass percentage? Mass percentage is equal to mass of solute by mass of solution. Mass of solute by mass of solution into 100. That is mass percentage. Mass percentage is equal to mass of solute by mass of solution into 100. Next term is volume percentage. Volume percentage. What will be volume percentage? Instead of mass, we are just giving the term volume. So volume percentage is equal to volume of solute by volume of solution into 100. Volume percentage is equal to volume of solute by volume of solution into 100. The next one is mass by volume percentage. Mass by volume percentage. What it will be? Mass by volume percentage is equal to mass of solute by volume of solution into 100. Mass of solute by volume of solution into 100. Then last one is ppm, parts per million. This unit we are used to measure very low quantity. വളരെ ചെറിയ ക്വാണ്ടിറ്റികൾ അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ppm എന്നുള്ള മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ppm, ദാറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനെ എക്സ്പ്രസ് ചെയ്യാനുള്ള മെത്തേഡുകൾ. ഇനി നമുക്ക് സാധാരണ പ്രോബ്ലം വരാറുള്ളത് ആദ്യത്തെ 3 ടോപ്പിക്കിൽ നിന്നാണ്. മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. നമ്മൾ ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ prepared by dissolving prepared by dissolving 50 gram sodium hydroxide NaOH in 100 ml water. In 100 ml water, find the molarity of a solution prepared by dissolving 50 gram NaOH in 100 ml water. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് അറ്റോമിക് മാസുകൾ തന്നിട്ടുണ്ടാവും. സാധാരണ അറ്റോമിക് മാസ് തരും. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ ഫെമിലിയർ ആയതിന്റെ കേസിൽ മാത്രമേ അവർ തരാതിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് ആ ലെവലിൽ തരുള്ളൂ. സോ ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ആകെ NaOH ആണ്. അതിന്റെ അറ്റോമിക് മാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, എന്നയുടെയും ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും ഒക്കെ. നമ്മൾ ചോദ്യം ഇതാണ്, 100 ml വാട്ടറിൽ 50 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിന്റെ മൊളാരിറ്റി എങ്ങനെയാണ് കാണാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
മൊളാരിറ്റിയുടെ ഇക്വേഷൻ ആണ്. മൊളാരിറ്റി M ഈസ് ഈക്വൽ ടു WB into 1000 by MB into വോളിയം ഇൻ മില്ലിലിറ്റർ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. WB into 1000 by MB into വോളിയം ഇൻ മില്ലിലിറ്റർ. ഇനി നോക്കാം, WB എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. വാട്ട് ഈസ് ഗിവൺ മാസ്? 50 gram. So here WB is 50 gram. Then MB വേണം. MB സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ്. MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ട് ഈസ് NaOH. NaOH ന്റെ മോളാർ മാസ് എത്ര വരിക? സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1. അപ്പൊ NaOH മോളാർ മാസ് എത്ര വരും? 40 എന്ന് വരും. മോളാർ മാസ് 40. പിന്നെ വോളിയം ഇൻ മില്ലിലിറ്റർ തന്നിട്ടുണ്ട് 100 മില്ലിലിറ്റർ. സോ M ഈക്വൽ ടു WB, that is 50 into 1000 by 40 into 100 milliliter. 50 WB, MB 40, വോളിയം തന്നിട്ടുണ്ട് 100 milliliter. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് 12.5 മോളാർ. ക്യാപിറ്റൽ ലെറ്റർ M കൊടുക്കണം, മോളാർ എന്നാണ് വായിക്കുക. 12.5 മോളാർ. ഓക്കെ, അപ്പൊ നമ്മൾ മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്ന് മനസ്സിലാക്കി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും കൂടെ ഒന്നിച്ച് ചെയ്ത് നോക്കാം. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ മൊളാലിറ്റി, ഫൈൻഡ് ദ molality and mole fraction. Find the molality and mole fraction of solute, mole fraction of solute in aqueous solution of glucose. Aqueous solution of glucose containing 18 gram of glucose. 18 gram of glucose. Glucose in the molecular mass തന്നിട്ടുണ്ട്. Molecular mass is 180. Molecular mass is 180 in 500 gram of water. In 500 gram of water. So question repeat ചെയ്യാണ്. Find the molality and mole fraction of solute in aqueous solution of glucose. Glucose in the solution la containing 18 gram glucose. Glucose 18 gram ഉണ്ട് in 500 gram of water. അപ്പോൾ നമുക്ക് ആദ്യം മൊളാലിറ്റി കാണാം. മൊളാലിറ്റി സ്മോൾ ലെറ്റർ M equal to WB into 1000 by MB into weight of solvent in gram. നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. മൊളാലിറ്റി M is equal to WB into 1000 by MB into weight of solvent in gram. എത്രയാണ് weight of given mass of solute? Here solute is glucose. Given mass എത്രയാണ്? 18 gram. Given mass is 18 into 1000 by MB molar mass of solute. സൊല്യൂട്ടിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട് 180 into weight of solvent in gram. സോൾവെന്റിന്റെ വെയിറ്റ് എത്രയാ? വാട്ടർ ആണ് സോൾവെന്റ്. വെയിറ്റ് 500 gram. 500. On solving what we will get? എത്ര നമുക്ക് കിട്ടും? 0.2 മോളാൽ. സ്മോൾ ലെറ്റർ M ആണ് യൂണിറ്റ് കൊടുക്കുക. മോളാൽ എന്നാണ് വായിക്കുക. 0.2 മോളാൽ എന്ന് കിട്ടും. 0.2 മോളാൽ. ഓക്കെ അല്ലേ? 0.2 മോളാൽ. അപ്പൊ നമ്മൾ മൊളാലിറ്റി കണ്ടു. ഇനി നമുക്ക് നേരെ മോൾ ഫ്രാക്ഷനിലേക്ക് പോകണം.
മോൾ ഫ്രാക്ഷൻ ഓഫ് എന്തിന്റെ മോൾ ഫ്രാക്ഷനാ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്, അതായത് ഗ്ലൂക്കോസിന്റെ മോൾ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ ആദ്യം മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ എഴുതാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണെങ്കിൽ എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ്, അത് n ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. എന്നല്ലേ കൊടുക്കാം, n ആണ് നോക്കി കേട്ടോ. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കാണണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസും നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും കാണണം. അപ്പൊ നമ്മള് മൊളാരിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം തൽക്കാലം കണ്ട് മാറ്റുകയാണ്. നോക്ക്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് n ഗ്ലൂക്കോസ്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗ്ലൂക്കോസിന്റെ ഗിവൺ മാസ് എത്രയാണ്? 18 ബൈ ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് എത്ര? 180. 18 ബൈ 180 ആണ് എത്ര? 0.1. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് 0.1. ദെൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാണ്? 500. ഗിവൺ മാസ് 500 ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ H2O യുടെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18. 500 ബൈ 18. 500 ബൈ 18 എന്ന് പറയുമ്പോൾ എത്രയാ? 27.78. 27.78. അപ്പൊ നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് 0.1 ബൈ 0.1 number of moles of glucose plus number of moles of water 27.78. That is equal to 0.1 by ഇവിടെ കൊടുക്കാം 0.1 by 0.1 plus 27.78 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 27.88 എന്ന് കിട്ടും. നിങ്ങൾക്ക് നമ്മളതിന്റെ ബാക്കി ഇങ്ങനെ എഴുതാണ്. സോ 0.1 ബൈ 27.88. ഓക്കെ, 0.1 ബൈ 27.88. ആ 0.1 ബൈ 27.88 എന്ന് പറഞ്ഞാല് 3.59 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. 3.59 ഇൻറ്റു 10⁻³ എന്തായിരിക്കും മോൾ ഫ്രാക്ഷന്റെ യൂണിറ്റ്? മോൾ ഫ്രാക്ഷന് ദർ ഹാസ് നോ യൂണിറ്റ്. കാരണം മോൾ ഫ്രാക്ഷന്റെ മേലെ നമ്പർ ഓഫ് മോൾസ് ആണ്, താഴെയും നമ്പർ ഓഫ് മോൾസ് ആണ്. ആ നമ്പർ ഓഫ് മോളും ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ ഹിയർ അവർ ആൻസർ ഈസ് 3.59 ഇൻറ്റു 10⁻³ അപ്പൊ നമ്മൾ മോൾ ഫ്രാക്ഷൻ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് കമ്പോണന്റിന്റെ ആണോ കാണേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോള് വേണം, പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് മോള് വേണം. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക, അവിടുത്തെ ഓരോ കമ്പോണന്റുകളുടെയും നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുവെക്കുക. എന്നിട്ട് നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് മോൾ ഫ്രാക്ഷൻ. അപ്പൊ ഇതോടുകൂടെ നമ്മൾ മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ ഈ മൂന്നെണ്ണമാണ് സാധാരണ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത്. ബാക്കിയൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻ മനസ്സിലാക്കി വെച്ചാൽ മതി. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നമുക്ക് 2 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ആ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ എൻട്രൻസിനും മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.